ഹായ് എവറി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫുഡ് റെസിപ്പി വീഡിയോ ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിച്ചോറ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മളിത് 2.5 ഗ്ലാസ് അരിക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങളും കൂട്ടാം. അപ്പോൾ ഇതിന് വേണ്ട ചിക്കൻ നമ്മളിതാ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതാ 2.5 ഗ്ലാസ് അരിയാണ് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുക്കറിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തത് മീഡിയം സൈസ് ഒരു ഒനിയനും അതുപോലെ തന്നെ മീഡിയം സൈസ് വരുന്ന തക്കാളിയും പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഗരം മസാല മിക്സ് നമ്മളിതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് അതും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സെയിം ഇതിലേക്ക് തന്നെ നമ്മൾ ചിക്കനും ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ 1/2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതാ നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ സാധാ പൊന്നി റൈസാണ്, നോർമൽ ചോറ് വെക്കുന്നത്, കൈമാരിയൊന്നുമല്ല. അപ്പോൾ ഇതാ നമ്മൾ അതിന് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലകളൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചാണ് നമ്മൾ ചേർക്കേണ്ടത്. ഞാനിവിടെ ഇട്ടിട്ടുള്ളത് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ഓയിൽ. അതിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടുന്നതാണ്. എൻ്റെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ ഓയിൽ ഇടുന്ന വീഡിയോ നമ്മുടെ അടുത്ത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ അരി അളന്നത്. അതുകൊണ്ട് തന്നെ സെയിം ഗ്ലാസ്സിൽ നമ്മൾ അതിൻ്റെ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ നേരെ ഇരട്ടി വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2.5 ഗ്ലാസ് അരി ആയതുകൊണ്ട് തന്നെ 5 ഗ്ലാസ് വെള്ളം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയതുകൊണ്ടാണ് എല്ലാം ഒരേ കുക്കറിൽ തന്നെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്, അല്ലാതെ വേടായി തോന്നണ്ട. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മസാലകളൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാം. നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുക്കർ ചെറുതായിപ്പോയി. അപ്പോൾ നമ്മളിതാ വേറൊരു കുക്കറിലേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാകുമ്പോഴത്തേക്ക് നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ 2 വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് സർഫസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പോൾ 2 വിസിലൊക്കെ പോയതിന് ശേഷം നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കുക്കറിലെ ആവിയൊക്കെ നമ്മൾ കളഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട്. ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഇട്ടിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാൽ നമ്മളിത് വേറൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് അതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ചിക്കൻ ഇട്ട് വെച്ച ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മടിയുള്ള ദിവസങ്ങളിലോ അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.